PV സത്യനാഥിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആര്യ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു. അണവറിയാത്ത ജനപ്രവാഹമാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കൊയിലാണ്ടിയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അല്പസമയം മുമ്പാണ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. ജോഷ്ല തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ജോഷ്ലയിലേക്ക്. ജോഷ്ല കേൾക്കാമോ? ആര്യ സത്യനാഥന്റെ മൃതദേഹം ഇപ്പോൾ കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലെ സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞു. ആയിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുദ്രാവാക്യം വിളികളോട് കൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹത്തെ ആളുകൾ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത്രയേറെ ജനങ്ങൾ ഇവിടേക്ക് തിങ്ങിക്കൂടിയിട്ടുണ്ട്. വിവിധ പോഷക സംഘടനാ പ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ ബ്രാഞ്ചിലെ അംഗങ്ങളും ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സമൂഹത്തിന്റെ നാനാ തുറകളിലുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആയിരങ്ങൾ ആണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കൊയിലാണ്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലേക്ക്, അതായത് കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് മുന്നിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, കൊയിലാണ്ടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം എത്തിച്ചേർന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവസാനമായി അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് മുന്നിൽ പുഷ്പചക്രം സമർപ്പിക്കാനും വിവിധ സംഘടനാ പ്രതിനിധികൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുള്ള ഒരു ബഹളമാണ്, അതായത് ആ സമയത്തുള്ള ഒരു തിക്കും തിരക്കുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേറെ ജനങ്ങൾ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള ജനങ്ങൾ എന്ന് വേണം പറയാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ താലൂക്ക് ആശുപത്രിക്ക് എത്തിച്ചേർന്നതിന് ഇരട്ടി ജനപ്രവാഹമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. CPIM-ന്റെ പോഷക സംഘടനാ പ്രതിനിധികൾ മാത്രമല്ല, പൊതുജനങ്ങളെല്ലാം തന്നെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്ന അത്രയേറെ ജനഹൃദയങ്ങളിൽ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഒരു സഖാവിനെയാണ് കൊയിലാണ്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. കൊയിലാണ്ടിയിലെ ഏത് പ്രശ്നത്തിലും ഇടപെടുകയും എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കുകയും ചെയ്ത ആളായിരുന്നു PV സത്യനാഥ്. അദ്ദേഹത്തിന്റെ കൊലപാതകം ഞെട്ടലോടെയാണ് കൊയിലാണ്ടി നഗരം അറിഞ്ഞത്, കൊയിലാണ്ടി പ്രദേശം തന്നെ അറിഞ്ഞത്. പെരുവട്ടൂരിൽ പോലും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ, കഴിഞ്ഞ കുറേ കാലമായി സംഘർഷാവസ്ഥയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അത് എന്ത് കാരണത്താലാണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം വളരെ നിസ്സാരമായ കാര്യങ്ങളാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ CPIM-ൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിലാണ് പ്രതിയെ കാണുന്നത്. അതായത് അഭിലാഷ് താനാണ് കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി
കീഴടങ്ങുകയായിരുന്നു. എന്തായാലും മറ്റ് എല്ലാ പ്രശ്നങ്ങളിലും കൊയിലാണ്ടി നഗരത്തിലെ തന്നെ എല്ലാ പ്രശ്നങ്ങളിലും പെരുവട്ടൂരിലെ നാട്ടുകാർക്കിടയിലെ എല്ലാ പ്രശ്നങ്ങളിലും വളരെ സജീവമായി പങ്കെടുക്കുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ആർക്കും എന്ത് പരാതികളും ബോധിപ്പിക്കാനുമുള്ള ഒരു സഖാവായിരുന്നു. ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കണ്ടെത്തിയ ഒരു സഖാവിനെയാണ് കൊയിലാണ്ടിക്ക് നഷ്ടമായിരിക്കുന്നത്. വലിയ നഷ്ടം, തീരാ നഷ്ടം എന്ന് വേണം തന്നെ വിശേഷിപ്പിക്കാം. അത്രയേറെ ജനഹൃദയങ്ങളിൽ ഒട്ടിച്ചേർന്നിട്ടുള്ള ഒരു സഖാവ്, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായിട്ട് ഒരുപാട് ജനത എന്ന് വേണം പറയാം, ഒരു വലിയ ജനത തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അങ്ങനെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും വലിയ ആളുകൾ വരെ ഇവിടേക്ക് അദ്ദേഹത്തിന് അവസാനമായി കാണാനും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തിച്ചേർന്നിരിക്കുന്നു. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ അദ്ദേഹത്തിനായി പുഷ്പചക്രം സമർപ്പിക്കുകയാണ്. അത്തരത്തിൽ ഒരു വലിയ ജനസഞ്ചയം തന്നെ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആര്യ.